ടോപ്പായിലാണുള്ളത്. ദ ഗ്രേറ്റ് ലേക്ക് ടോപ്പ് പോയിൻ്റെ സൈഡിൽ ഞങ്ങളിന്ന് സൈക്ലിങ്ങിന് പോവുകയാണ്. ഇന്ന് സാറ്റർഡേ മോർണിംഗ്, മഴയാണ്. സ്റ്റിൽ ഞങ്ങളിന്ന് ഇറങ്ങുകയാണ്. ഈ വഴിയെല്ലാം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നല്ലൊരു ദൂരമുണ്ട്. ഒരു 50 കിലോമീറ്റർ വൺ സൈഡ് കവർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് ഓരോ വഴിയിൽ ഓരോരോ കാഴ്ചകളുമായി കാണാം. ബൈ ബൈ. ഞങ്ങൾ എൻ്റെ സെൻറ്ററിലൊരിടത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഞങ്ങളിവിടെ ഇന്ന് ശിവ ജോയിൻ ചെയ്യുന്നുണ്ട്. ശിവ, റിമൽ, നിവിൻ, കട്ട, അന്യാൻ. സോ ഇതൊരു നല്ല വഴിയൊക്കെ നോക്കി എന്ത് രസമാണ്. ആൾക്കാർ ഓടുന്നുണ്ട്. രാവിലെ ആൾക്കാർ ഇവിടെ ഓടുന്നുണ്ട്. ഇതൊക്കെ രാവിലെ 7 മണിക്കൊക്കെ ഒരു രാവിലത്തെ ഓട്ടം പരിപാടികളൊക്കെ ആയിട്ട് ആൾക്കാർ. ചെറിയ മഴയാണ്, മഴ കുറഞ്ഞ്. അതായത് സൈഡ് വിസിൽസ് കൂടെ മാത്രമേ കാശ് കിട്ടുള്ളൂ. ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് നിർത്തിയിരിക്കുകയാണ് വെള്ളം കുടിക്കാൻ വേണ്ടി. ഇതാ നമ്മുടെ ലേക്ക് ലൈറ്റായിട്ട് ഓളം വെട്ടുന്നുണ്ട്. ഇവിടുന്ന് കഥയൊക്കെ പറഞ്ഞു നോക്കിയേ. ഇവിടെ വിശ്രമ കേന്ദ്രം, ഇവിടെ ബാർബിക്യൂ ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ട് ഇവിടുത്തെ വീടുകളൊക്കെ നോക്കിയേ. നല്ല അടിപൊളി ലൈഫായിരിക്കും ഇവരുടെയൊക്കെ. രാവിലെ എണീക്കുന്നു, ചായയൊക്കെ ലൈറ്റ് ചായയൊക്കെ കുടിച്ച്. എൻ്റെ മുന്നിൽ കൂടെ റോഡ് പോകുന്നുണ്ട്. ഇത് ഇവിടെ എല്ലാം വീടുകളാണ്. ഇതെല്ലാം ഓരോരോ നല്ല അടിപൊളി വീടുകൾ. ഇവിടേക്ക് ആൾക്കാർ ചിലപ്പം പെർ ഡേ റെന്റ്, അതായത് നമ്മുടെ ഹോം സ്റ്റേ പോലത്തെ സെറ്റപ്പുകളാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ സെറ്റപ്പൊക്കെയാണ് ഇവിടെ. ഇവർ വന്ന് അടിച്ചു പൊളിക്കുന്നു, പോകുന്നു. ഇത് അങ്ങോട്ടേക്ക് കുറച്ച് ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ്. ഇവിടം വരെയാണ് ഈ കോൺക്രീറ്റ് ചെയ്ത റോഡുള്ളൂ. ഇതൊരു 10 കിലോമീറ്റർ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് സൈക്കിളിന് വേണ്ടി. അതിനുശേഷം അപ്പുറത്തേക്ക് പോകുമ്പോൾ ഓഫ് റോഡാണ്. പിന്നെ നല്ല രസമാണ്. മഴയായിരുന്നു, അതുകൊണ്ട് ഞങ്ങള് ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാവരും ഊരി, ജാക്കറ്റുകളെല്ലാവരും ഊരി, കാരണം എല്ലാം ആവി എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നൈസിലി അതെല്ലാം ഊരി സൈഡിലേക്ക് ഇട്ട് അങ്ങനെ അടുത്ത സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അടുത്ത സ്ഥലത്ത് ഞങ്ങൾ നിർത്തിയിരിക്കുകയാണ്. വലിയൊരു മരമുണ്ട്. വീണ്ടും ഈ ലേക്ക് തീരെയല്ല, എവിടെ നോക്കിയാലും ഈ ലേക്കാണ്. ഇവിടെ ചെറുതായിട്ടൊരു തോടൊക്കെ അല്ല, ദോശ കഴിക്കണ്ടോ ഇപ്പോൾ? പ്രിമല് ദോശ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് മുതലേ ദോശ കഴിക്കണം ഒറ്റ ആഗ്രഹമല്ല എല്ലാമാർക്കും. ഇവിടെ ക്യാമ്പർ വാനൊക്കെ വന്ന് ഇവിടെ ക്യാമ്പ് ചെയ്യാറുണ്ട്. ഇതുണ്ട് വലിയൊരു പടുകൂറ്റൻ മരം. മഴയായതുകൊണ്ടാണ് ഞങ്ങളിവിടെ നിർത്തിയത്. ശിവ, എന്താണ് ഈ സൈക്കിൾ ചെറിയൊരു ഷോർട്ട് ട്രിപ്പും കൊണ്ട്
നീ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയുണ്ടായിരുന്നു യാത്ര എക്സ്പീരിയൻസ്? എങ്ങനെയാണ്? എന്താണ് അടുത്ത പ്ലാൻ? അത്രേ ഉള്ളൂ? ദോശ തന്നെയാണെന്നില്ല കട്ടാ? എന്താ അതിന്? എന്താ കയ്യില്? തീർന്നടാ, നീ തീർന്നു. എടാ വെള്ളം കൂടി. എങ്ങനെയുണ്ടായിരുന്നു ഇതുവരെയുള്ള യാത്ര? പറയടാ എന്തായാലും. അല്ല അതൊക്കെ, എന്നാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയൂ. ഇതുവരെ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? പോകുന്ന വഴിക്ക് കണ്ടാണ് ഇതൊക്കെ സ്പ്രെഡ് ആവുന്നത് സ്റ്റോപ്പ് ചെയ്യാനാണ് എന്തൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട്. ഇത് കൂട്ട് സാധനമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം. കാരണം ഇതൊക്കെ പെസ്റ്റാണ്. ഈ സംഭവങ്ങളൊന്നും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ഇവിടുത്തെ ആവാസ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായ സാധനങ്ങളാണ്. ഇവിടെ ഫിഷിങ് അനുവദനീയമാണെന്ന് തോന്നുന്നു. ഇതൊരു റിവറാണ്, കുഞ്ഞ് റിവർ, ഒരു കുഞ്ഞ് പാലം. ഇവിടെ ട്രോട്ട് ഫിഷിങ് ചെയ്യുന്ന സ്ഥലമാണ്. ഒറ്റ കാണുന്നില്ല ഭാഗ്യം കൊണ്ട്. നല്ല വെള്ളമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നല്ല ഒഴുക്കൊക്കെ കാണുന്നുണ്ട്. ഇതേ ഒരു പാവം താറാവ് ഇരിക്കുന്നു. കുറേ താറാക്കളുണ്ട്. കണ്ടോ? ഇത് കുഞ്ഞതല്ല, എൻ്റെ വലിപ്പം എത്രയും കണ്ട് ഉള്ളൂ തോന്നുന്നു. എല്ലാത്തിനും ഒരേ വലിപ്പമാണ്. ചേട്ടാ നമ്മുടെ അടുത്തൊരു ചങ്ങായിരിപ്പുണ്ട്, അടിപൊളി. ഞങ്ങൾ സൈക്കിളും കൊണ്ട് ഇതിൻ്റെ കരക്കട മൊത്തം വന്ന് ചരിച്ചു വെക്കണ്ട. അങ്ങേറ്റത്താണ് ഞങ്ങളുടെ ടോപ്പ്. ഞങ്ങളതിൻ്റെ ഇങ്ങേറ്റത്ത് 50 കിലോമീറ്റർ ഇപ്പറേ. എടാ ഒരു 50 കിലോമീറ്റർ ആയില്ലേ ഏകദേശം? ഓക്കെ. 52 കിലോമീറ്റർ ഞങ്ങൾ ഒരു സൈഡ് ഞങ്ങൾ കവർ ചെയ്ത്. ഇനി ഞങ്ങൾ അങ്ങനെ തന്നെ തിരിച്ചു പോകും. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് കണ്ടോ, അടിപൊളി. വാടാ വാടോ. ഇതേ തിര അടിക്കുന്നുണ്ട്, കടൽ പോലെ തിര. ഈ കാണുന്നതൊക്കെ, സൈഡിൽ കാണുന്നതൊക്കെ ഫ്ലോട്ടിംഗ് സ്റ്റാണ്. വെള്ളത്തിൽ പറക്കിയിട്ട് പൊന്തി കിടക്കും. ഇവിടെ മൊത്തം ഫ്ലോട്ടിംഗ് സ്റ്റാണ്. നല്ല ചെടികളൊക്കെ ഉണ്ട്. ഇവിടുത്തെ വീടും എൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ട്, അടിപൊളി. ഇതൊരു കുഞ്ഞ് പോയിന്റ്. വാ പൊളി, നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. അടിപൊളി അടിപൊളി, ഒന്നും പറയാൻ. ഈ കല്ലുണ്ട്, ഈ കല്ലിൻ്റെ മേലെ അങ്ങേറ്റത്ത് പോയിക്കുക. ഇതാണ് നമ്മുടെ ഉദ്ദേശം. ഇപ്പോൾ നല്ല തിരയൊക്കെയുള്ള സമയത്ത് ഇതിൻ്റെ മേലെ കൂടെയൊക്കെ വെള്ളം വരുമെന്ന് തോന്നുന്നു. അതിൻ്റെ അകത്തൊക്കെ ചത്തുകയറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തൂടെയൊക്കെ കാണുന്നുണ്ട്. അടി വെള്ളമുണ്ട്. ഇതിൻ്റെ അടിയിൽ കൂടെ എങ്ങാനും വല്ലതും വീണ് പോയിട്ടാണെങ്കിൽ മയിര് കിട്ടിയത്. നമ്മുടെ നാട്ടുകാരൊക്കെ തന്നെ ഇല്ലകടെ വന്നിട്ടുണ്ട്. അല്ല, നമ്മുടെ നാട്ടുകാരെ സ്വഭാവമുള്ള ആൾക്കാരൊക്കെ ഇല്ലകടുണ്ട്. കുപ്പികൾ, വേസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. പന്നികളുടെ കാര്യം. ഇവിടെ കല്ലുടിക്കാൻ വരുമാണ്. അങ്ങേറ്റത്ത് കാണുന്നതാണ് ദ്വീപ്. ഞങ്ങളിതിൻ്റെ അകത്ത് ദോശ ഉണ്ടായിരുന്നു, കുറേ ദോശ. ഞങ്ങളത് തിന്ന് തീർക്കി. പ്രൂഫിന് പോലും ഒരു ദോശ പോലും വെച്ചില്ല. ആ വിശപ്പിന്റെ ഇതിൽ ബ്ലോഗ് ചെയ്യുന്ന കാര്യം മറന്നുപോയി. എല്ലാം പടപടാൻ തിന്നുപോയി. സാമദ്രോപികൾ. ഓൾറെഡി ലേക്ക് വെള്ളം അധികം. ഇതാണ് ഞങ്ങളുടെ ബൈക്സ്, റാൽഫ് ട്രക്ക്.
അപ്പോളോ, പിന്നെ എന്നാ സ്കോച്ച്. ഇതാണ് എൻ്റെ പൊന്നാമന പുത്രൻ. ഞങ്ങൾ തിരിച്ചു വന്ന വഴിക്ക് വീണ്ടും ഇവിടെ വന്നിരിക്കുകയാണ്. ഞങ്ങളിവിടെ ഒരു കുഞ്ഞ് പാലമുണ്ട്. പാലത്തേക്കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ തൊട്ടപ്പുറം ആപ്പിളുണ്ട്. ഈ സൈഡ്, ഇതിൻ്റെ സൈഡിൽ കൂടെ മൊത്തം ആപ്പിളും പ്ലമ്മും ഒക്കെയാണ്. ഞങ്ങൾ ഈ ആപ്പിളാണെങ്കിൽ തിന്ന് മടുത്തു. ആപ്പിൾ കാണിച്ചു തരാം. ഇത് നമ്മുടെ ഊട്ടി ആപ്പിൾ പോലെ കുഞ്ഞ് ആപ്പിളാണ്, വളരെ കുഞ്ഞതാണ്. ഈ കാട്ടിക്കൂടെ ധൈര്യമായിട്ട് പോകാം, പാമ്പില്ലാത്തതുകൊണ്ട്. ഇതുണ്ടോ, പക്ഷെ എല്ലാം കേടാൻ തോന്നും കേട്ടോ. കാരണം ഇതുണ്ടോ, മധുരം പോരാ, പക്ഷെ നൈസാണ്. മുന്നിൽ ഹൈവേ. ഞങ്ങളിവിടെ ഇരുന്ന് ഇനി കുറച്ച് കുൽസിതൊക്കെ പറഞ്ഞ് പയ്യെ അങ്ങ് പോകും. നല്ല യാത്രയായിരുന്നു. ഞങ്ങൾ ഇറങ്ങുമ്പോൾ മഴയായിരുന്നു, ഇപ്പം മഴയെല്ലാം പോയി തെളിഞ്ഞിട്ടുണ്ട്. ഇതൊരു അടിപൊളി ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇനി ഒരു 15 കിലോമീറ്ററും കൂടെ എത്തിയാൽ ഞങ്ങൾ സ്ഥലം പിടിക്കും. ഇവിടെ വഴിയൊക്കെ മോശമാണ്, മണലാണ്, തെറ്റും. ഭാഗ്യം വീണേനെ. ഇപ്പം ഈ വീഡിയോ പിടിക്കൽ ചില്ലറ പണിയൊന്നുമല്ല. ഈ ബ്ലോഗന്മാരൊക്കെ സമ്മതിക്കണം. ഞാൻ ഷൂട്ട് ചെയ്യുന്നത് S23 അൾട്രയ്ക്കകത്താണ്, അതുകൊണ്ട് അതൊരു കഷ്ടമാണ്. പോകുന്ന റോഡ് മൊത്തം നീലക്കുറിഞ്ഞിയാണ്. ഈ പാക്വേൻ്റെ സൈഡ് മൊത്തം നീലക്കുറിഞ്ഞ് പൂത്തിക്കുകയാണ്. എന്ത് മനോഹരമാണ് നോക്കുക, അതിമനോഹരം. സൈഡിൽ കൂടി ചെറിയ മഞ്ഞപ്പൂക്കളൊക്കെ കാണുന്നുണ്ട്. ഈ ന്യൂസിലാൻഡ് എന്ന വലിയൊരു രാജ്യം, അത്രയ്ക്ക് വലുതല്ല. ഈ രാജ്യത്തിലെ എല്ലാ സ്ഥലവും പാർക്കാണ്. ആ പാർക്കിൽ ഈ ഉദ്യാനത്തിൽ നോക്കി എന്തേരം നീലക്കുറിഞ്ഞ് പൂത്തിയിരിക്കുന്നത്. നിങ്ങൾ വണ്ടടിക്കുന്നില്ലേ, എന്തുകൊണ്ട് ഇവിടെ ഈ മൂന്നാറിലൊക്കെയുള്ള നീലക്കുറിഞ്ഞ് ഇവിടെ വന്നു? ഈ നീലക്കുറിഞ്ഞ് എല്ലാ രാജ്യത്തും ഉണ്ട്. കൃത്യമായ ഇടവേളകളിൽ പൂക്കും. ഇത് കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട്. എല്ലാ സൈഡും ലാവണ്ടർ, ഏകദേശം ലാവണ്ടർ കളറിൽ മൊത്തം നീലക്കുറിഞ്ഞി. ഞങ്ങൾ പോകുന്ന വഴി മൊത്തം നീലക്കുറിഞ്ഞി.
നല്ല രസമുണ്ട്. ഞങ്ങൾക്കൊരു ക്രിക്കറ്റ് ടീമുണ്ട്, ടോപ്പ് വോൾക്കാനോസ്. അതിൻ്റെ അകത്തെ മെയിൻ പ്ലെയേഴ്സൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. അവരിങ്ങനെ അതിനെക്കുറിച്ചാണ് ഫുൾ ടൈം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അവസാനം എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു പാർട്ടി നടക്കുന്നുണ്ട്. ഞങ്ങൾ ലേക്കിൻ്റെ വീടിൻ്റെ അടുത്ത് എത്താറായി. ഞങ്ങളിവിടെ ഇത്രയും നേരം സൈക്കിൾ ഓട്ടി ക്ഷീണിച്ച ശിവ ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ്. വീണ്ടും സന്ധിക്കും വരേക്കും ഇവിടെ ഇത്തരം സ്വന്തം ജേസി ഫോട്ടോഗ്രാഫി. ബൈ ബൈ, സീ യു അഗൈൻ.